തിരുവനന്തപുരം ആനയറയിൽ തീപിടുത്തം. മെത്തക്കടയ്ക്കാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ഇന്ദുലേഖയുണ്ട് സംഭവ സ്ഥലത്ത് നിന്ന്. ഇന്ദു, ഇതൊരു ഗോഡൌൺ ആണോ അതോ ഷോറൂം ആണോ? എങ്ങനെയാണ് തീ പടർന്നത്? എന്താണ് അവിടെ കാണാൻ കഴിയുന്ന കാഴ്ചകൾ? അഭിലാഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് സംഭവ സ്ഥലത്താണ്. പിന്നിലേക്ക് നോക്കിയാൽ കാണാം മുഴുവൻ കടയ്ക്ക് ഉൾവശം മുഴുവൻ കത്തി നശിച്ച നിലയിലാണ്. സോഫ ആൻഡ് മോർ സാനിറ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഫർണിച്ചർ കടയ്ക്കാണ് തീ പിടിച്ചിട്ടുള്ളത്. ഏറ്റവും അധികം സോഫയാണ് ഇവിടെ വിൽപ്പനയ്ക്കുണ്ടായിരുന്നത്. ഈ താഴത്തെ നില മുഴുവൻ സോഫയും അതുപോലെ തന്നെ മെത്തയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് പുറകുവശത്തായിട്ട് ജനറേറ്ററുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് സ്പാർക്ക് വന്ന് തീ കത്തി തുടങ്ങിയെന്നാണ് മനസ്സിലാവുന്നത്. പിന്നീട് അത് വളരെ വേഗത്തിൽ, നമുക്കറിയാം സോഫ അതുപോലെ തന്നെ മെത്ത പോലുള്ളവയിലേക്ക് പെട്ടെന്ന് തീ പടർന്നു പിടിക്കും. അത്തരത്തിൽ തീ പടർന്ന് പെട്ടെന്ന് തന്നെ കടയ്ക്ക് ഉൾവശം മുഴുവൻ കത്തുകയായിരുന്നു. ഇപ്പം കഴക്കൂട്ടം, ചാക്ക അതുപോലെ തന്നെ ആ ഭാഗത്തു നിന്നൊക്കെയുള്ള ഫയർഫോഴ്സുകൾ 7ഓളം യൂണിറ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എത്രയും വേഗത്തിൽ തന്നെ ഇവിടെ എത്തി വളരെ വേഗത്തിൽ തന്നെ അവർ പ്രവർത്തിച്ച് തീ അണയ്ക്കുകയായിരുന്നു. ഇപ്പോൾ ഏകദേശം തീ മുഴുവൻ പൂർണ്ണമായും അണഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയും. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നമ്മളോടൊപ്പമുണ്ട്. സാർ, ഇത് എങ്ങനെയാണ് തീ പടർന്ന് പിടിച്ചതെന്ന് കൃത്യമായി? നമുക്ക് ഈ കെട്ടിടത്തിന്റെ പുറകിലായിട്ടൊരു ജനറേറ്റർ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെയാണ് തീ ആദ്യം ഉണ്ടായതെന്നാണ് ഇവിടുത്തെ ജീവനക്കാർ പറഞ്ഞത്. അവിടെ നിന്ന് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്തതായിരിക്കാം. മെറ്റീരിയൽസ് ഭയങ്കര പെട്ടെന്ന് തീ പിടിക്കുന്നതായതുകൊണ്ടാവും. ഉണ്ടായിരുന്നത് ഇമ്പോർട്ടഡ് സോഫ ഫർണിച്ചർ മെറ്റീരിയലാണ്. അതൊക്കെ പെട്ടെന്ന് തീ പിടിക്കുന്നതും തീ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അണയ്ക്കാൻ പാടുള്ള വസ്തുക്കളായിരുന്നു. അതുപോലെ തന്നെ ബിൽഡിങ്ങിൽ വെന്റിലേഷൻ കുറവായിരുന്നു. മറ്റൊരു തരത്തിലുള്ള ആളപായം ഇല്ല, ആളപായം ഒന്നുമില്ല. സംഭവം പെട്ടെന്ന് തന്നെ വിളിച്ചറിയിച്ചത് കൊണ്ട് വേഗം ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജ് കിട്ടി. നമ്മൾ തൊട്ടടുത്തുള്ള ചാക്ക, തിരുവനന്തപുരം, കഴക്കൂട്ടം എന്നീ സ്ഥലത്തുള്ള യൂണിറ്റ് എത്തി. നമ്മൾ 4 സൈഡിൽ നിന്നും വാട്ടർ പമ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ അടുത്തുള്ള ബിൽഡിങ്ങുകളിലോ ഒന്നും സ്പ്രെഡ് ചെയ്യാതെ എക്സ്റ്റിങ്വിഷ് ചെയ്തു. തീ കത്തി പടരുമ്പോൾ അകത്ത് ആളുണ്ടായിരുന്നു. തീ പിടിച്ച സമയത്ത് ജീവനക്കാർ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയിട്ട് നമ്മളെ ഫയർ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തു. അതാണ് അഭിലാഷ് പറയുന്നത്. അതായത് ഇതിന് പിൻവശത്തായിട്ട് ജനറേറ്ററുകൾ സൂക്ഷിക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ആദ്യം തീ പടർന്നു തുടങ്ങിയത്. അത് അപ്പോൾ തന്നെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഇവർ ഫയർഫോഴ്സിനെ വിളിക്കുകയായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ ഈ കടയ്ക്കുള്ളിലേക്ക് തീ പടർന്നു കയറുകയായിരുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടഡ് സോഫാസും മെത്തകളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ തീ പടർന്ന് കടയ്ക്ക് ഉൾവശം മുഴുവൻ കത്തി നശിക്കുകയായിരുന്നു. ആ സമയത്ത് ഉള്ളിലുണ്ടായിരുന്ന ജീവനക്കാരും മറ്റാളുകളും എല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടി. വിവരം ലഭിച്ച ഉടൻ തന്നെ ഫയർഫോഴ്സ് ഏകദേശം 6-7 യൂണിറ്റുകളോളം നമുക്കിവിടെ നിർത്തിയിട്ടിരിക്കുന്നത് തന്നെ കണ്ടാൽ അറിയാം. അവരെത്തി ഈ കടയുടെ 4 ഭാഗത്തു നിന്നും, ഇതിപ്പോൾ മെയിൻ റോഡിനോട് ചേർന്നിരിക്കുന്ന ഒരു വഴിയാണ്, അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കൃത്യസമയത്ത് തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. തീ പൂർണ്ണമായും ഇപ്പോൾ അണച്ച് അപകടാവസ്ഥ ഇല്ലാത്തൊരവസ്ഥയിലാണ്. ആർക്കും പരുക്കുകളൊന്നും തന്നെ ഇല്ല.